കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തലസ്ഥാന നഗരിയെ ആവേശത്തിലാഴ്ത്തി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശന് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ തികച്ചും മലയാളത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായി. കേരളത്തിന്റെ വികസന കാര്യങ്ങളിലും ജനങ്ങളുടെ ക്ഷേമത്തിലും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉറപ്പു നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം എത്തിയത്. മലയാള ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ആരോഗ്യകരമായ ഫെഡറൽ ബന്ധത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സന്ദേശത്തെ വിലയിരുത്തുന്നത്. നവകേരള നിർമ്മിതിക്കായി പുതിയ ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും നൽകാൻ കേന്ദ്രം സന്നദ്ധമാണെന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശൻ ജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു. പുതിയ സർക്കാരിന്റെ ഭരണകാലയളവ് വിജയകരമാകട്ടെ എന്ന് ആശംസിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ കേന്ദ്ര ഭരണകൂടം എപ്പോഴും ഉണ്ടാകുമെന്നും ഉറപ്പും ഇതിലൂടെ ആവർത്തിച്ചു. കേരളത്തിൽ യു.ഡി.എഫിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേറ്റത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് പുറമെ മുന്നണിയിലെ പ്രമുഖ നേതാക്കളും മന്ത്രിമാരായി ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൻ ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് യു.ഡി.എഫ് പ്രവർത്തകരാണ് തങ്ങളുടെ പ്രിയ നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളുടെ വൻനിര തന്നെയാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, എ.ഐ.സി.സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്നിവർ ചടങ്ങിന്റെ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. പുതിയ സർക്കാരിന്റെ രൂപീകരണവും അധികാരമേൽക്കലും വരാനിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനും യു.ഡി.എഫിനും എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ദേശീയ നേതാക്കളുടെ ഈ സാന്നിധ്യം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധിയും ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ഇരുവരും വേദിയിലെത്തിയപ്പോൾ പ്രവർത്തകരിൽ നിന്നും ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖരാണ് പുതിയ കേരള സർക്കാരിന് നേരിട്ട് പിന്തുണ അറിയിക്കാൻ സത്യപ്രതിജ്ഞ വേദിയിലെത്തിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്ന മനോഹരമായ ചില ജനാധിപത്യ കാഴ്ചകൾക്കും സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും പുതിയ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച പ്രതിപക്ഷ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയ ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാൻ ഗ്യാലറിയിലെത്തിയത് ജനാധിപത്യ മര്യാദകളുടെ മികച്ച ഉദാഹരണമായി മാറി. പുതിയ മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് ക്ഷണിച്ചതിനെ തുടർന്നാണ് തങ്ങൾ എത്തിയതെന്ന് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ നയതന്ത്രപരമായ വിയോജിപ്പുകളും രാഷ്ട്രീയ ബഹിഷ്കരണങ്ങളും ഈ ചടങ്ങിന്റെ മറ്റൊരു വശമായി മാറി. കേരളത്തിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. എം.എൽ.എയും മുൻ കേന്ദ്രമന്ത്രിയുമായ വി. മുരളീധരൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിച്ചു. യു.ഡി.എഫ് സർക്കാരിന്റെ രാഷ്ട്രീയ നയങ്ങളോടുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത്. പ്രതിപക്ഷ നിരയിലെ മറ്റു പ്രമുഖനെത്തിയപ്പോൾ ബി.ജെ.പിയുടെ ഏക പ്രതിനിധി വിട്ടുനിന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഭരണ തുടർച്ചകൾക്കും രാഷ്ട്രീയ അട്ടിമറികൾക്കും സാക്ഷ്യം വഹിച്ച കേരളത്തിന്റെ മണ്ണിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ വലിയ പ്രതീക്ഷകളോടെയാണ് ഭരണം ആരംഭിക്കുന്നത്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക, ജനക്ഷേമ പരിപാടികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ വലിയ വെല്ലുവിളികളാണ് പുതിയ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യവും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും പുതിയ സർക്കാരിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതോടെ പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഉടൻ തന്നെ സെക്രട്ടേറിയറ്റിൽ ചേരും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനുള്ള ആദ്യകാല നടപടികളും നയപ്രഖ്യാപനങ്ങളും ഈ യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയ കേന്ദ്ര പിന്തുണയോടെ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്കായി പുതിയ യു.ഡി.എഫ് സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ വകുപ്പ് വിഭജനവും പുതിയ ഭരണപരിഷ്കാരങ്ങളും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും.